ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജാസിൽ. ഇന്നത്തെ വീഡിയോ എണ്ണ തേച്ചുകുളിയെ സംബന്ധിച്ചും അവയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള എണ്ണകളെക്കുറിച്ചും ആണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, എണ്ണ തേച്ചുകുളി നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ പേശികൾ, അതുപോലെ തന്നെ നമ്മുടെ സന്ധികൾ, നാഡികൾ ഇവയെല്ലാം ഊർജ്ജപ്പെടുത്തുകയും അതുവഴി നമ്മുടെ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ദിനംതോറുമുള്ള എണ്ണ തേച്ചുകുളി. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും മാത്രമല്ല, ഇതുപോലെ സന്ധികൾക്കും അതുപോലെ തന്നെ മസിൽസ് പേശികൾക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ദിനംതോറും ഇതുപോലെ എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അവരുടെ സ്കിന്നിൻ്റെ സ്റ്റോൺ വർദ്ധിപ്പിക്കാനും, അതായത് എക്സീമ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും, അതുപോലെ തന്നെ ചൊറിച്ചിൽ, ഡ്രൈ സ്കിന്ന് ഇതുപോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കെല്ലാം എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് എണ്ണ തേച്ചുകുളി. അത് ദിനംതോറും എണ്ണ തേച്ച് കുളിക്കുന്നത് വഴി വളരെയധികം പ്രയോജനങ്ങൾ കിട്ടുന്നതാണ്. നമുക്ക് ബലാശ്വഗന്ധാതി തൈലത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് നോക്കാം. ബലാശ്വഗന്ധാതി തൈലം ദേഹമാസകലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. പ്രത്യേകിച്ച് മുതിർന്നവർക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് ബലാശ്വഗന്ധാതി തൈലം. ഇത് പ്രത്യേകിച്ച് മസിൽസിനുണ്ടാവുന്ന, പേശികൾക്കുണ്ടാവുന്ന വീക്കം മാറിക്കിട്ടാനും, അതായത് അത് ഉണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരുപാട് വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ മസിൽസിനുണ്ടാകുന്ന ഒരു തളർച്ച ഇതൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് ബലാശ്വഗന്ധാതി തൈലത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ പോസ്റ്റ് ഇൽനെസ് റിക്കവറി ടൈമിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായതിന് ശേഷം നമുക്ക് അതിന് മുക്തിയാവുന്ന സമയത്തുണ്ടാകുന്ന ക്ഷീണം, അതിനുശേഷം ഉണ്ടാകുന്ന ക്ഷീണത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം തന്നെയാണ് ബലാശ്വഗന്ധാതി. നമുക്ക് ബല ഗുളിച്വാതി തൈലത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് നോക്കാം. ദേഹമാസകലം ഉപയോഗിക്കാൻ പറ്റുന്ന വാദസംബന്ധമായ വേദനകൾക്ക് വളരെയധികം ശാശ്വത പരിഹാരം തരുന്ന ഒരു എണ്ണ തന്നെയാണ് ബല ഗുളിച്വാതി തൈലം. ബല ഗുളിച്വാതി തൈലം നമുക്ക് തലയിലും പുരട്ടാവുന്നതാണ്. ഇത് ബല ഗുളിച്വാതി തൈലത്തിൻ്റെ പ്രധാന ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് അത് ഗൗട്ടി ആർത്രൈറ്റിസ്, അതായത് വാദസംബന്ധമായ വാദശൂണിതം പോലുള്ള കണ്ടീഷൻസിന്, അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന ഗൗട്ടി ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് സന്ധിഗതവാദം പോലുള്ള കണ്ടീഷൻസിനൊക്കെ വളരെയധികം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ്, ഒരു എണ്ണ തന്നെയാണ് ബല ഗുളിച്വാതി തൈലം. ഇത് അടുത്തത് നാൽപ്പാമരാതി തൈലമാണ്. നാൽപ്പാമരാതി തൈലം നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ ഫലപ്രദമായിട്ടുള്ളൊരു തൈലമാണ്. പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, അതായത് ത്വക്കിൻ്റെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് നാൽപ്പാമരാതി തൈലം. നാൽപ്പാമരാതി തൈലം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസ് എല്ലാം മാറ്റി നിർത്താൻ സഹായിക്കും. മാത്രമല്ല ടാനിങ് പോലുള്ള കണ്ടീഷൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് നാൽപ്പാമരാതി തൈലം. അതായത് സൂര്യപ്രകാശം കൊണ്ട് ഏൽക്കുന്ന കരിവാളിപ്പൊക്കെ മാറിക്കിട്ടാനും കരിമംഗല്യം പോലുള്ള കണ്ടീഷൻസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, മുഖത്ത് കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത് വഴി നമുക്ക് അത് കരിമംഗല്യം പോലുള്ള കണ്ടീഷൻസ് എല്ലാം മാറിക്കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കുന്നത് പോലെ അവർക്ക് വരുന്ന സ്കിൻ ഡിസീസസ് എല്ലാം ഒഴിവായി പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നാൽപ്പാമരാതി തൈലം പിഗ്മെൻറ്റേഷൻ പോലുള്ള കണ്ടീഷൻസിനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സിനും ഒക്കെ വളരെ ഫലപ്രദമാണ്. ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം തന്നെയാണ്. അടുത്തത് ഏലാതി തൈലമാണ്. ഏലാതി തൈലം പ്രത്യേകിച്ച് എക്സീമ പോലുള്ള കണ്ടീഷൻസിൽ, സ്കിന്നിൽ വരുന്ന ഡ്രൈനെസ്, അതായത് വരണ്ട അവസ്ഥ, അതുപോലെ തന്നെ ചൊറിച്ചിൽ, അമിതമായി ചൊറിച്ചിലുള്ള അവസ്ഥ, അതുപോലെ തന്നെ സ്കിൻ പാളിയായിട്ട് ഇളവി വരുന്ന ഒരു കണ്ടീഷൻ, ഇത് അമിതമായ ഡ്രൈനെസ്, റഫ്നെസ് അല്ലെങ്കിൽ വരണ്ട ഒരു ചർമ്മം ഉള്ളവർക്ക്, പ്രത്യേകിച്ചും എക്സീമ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം തന്നെയാണ് ഏലാതി തൈലം. ഏലാതി തൈലം നമുക്ക് ഇത് കണക്ക് കുളിക്കുന്നതിന് മുമ്പ് ദേഹാസകലം പുരട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം തന്നെയാണ്. അടുത്ത ധന്വന്തരം തൈലത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. ഇത് പ്രത്യേകിച്ച് അമ്മമാർക്ക് പോസ്റ്റ്പാർട്ടം ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം തന്നെയാണ് ധന്വന്തരം തൈലം. ദേഹാസകലം നമ്മൾ ഉപയോഗിക്കുന്നത് വഴി അത് നടുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും, മാത്രമല്ല സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വീണ്ടെടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്സ് എല്ലാം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ധന്വന്തരം തൈലത്തിൻ്റെ മസാജ്. അതുപോലെ തന്നെ പെൽവിക് മസിൽസ്, വീക്കായിട്ടുള്ള പെൽവിക് മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. മസിൽസിന് പേശികളൊക്കെ
വലിഞ്ഞു പോയ പേശികൾക്കെല്ലാം ദൃഢത ഏകാനൊക്കെ സഹായിക്കുന്നതാണ്. തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് മാറാനൊക്കെ സഹായിക്കുന്നതാണ് ധന്വന്തരം തൈലത്തിൻ്റെ ഉപയോഗം. മാത്രമല്ല പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്ട്രെച്ച് മാർക്സുകൾ വരാതിരിക്കാനും അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്സുകളും ഉള്ളതൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ധന്വന്തരം തൈലം പ്രഗ്നൻ്റ് വുമൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. മസിൽസിന് ദൃഢത എഴുതാനും ഒക്കെ സഹായിക്കുന്നതാണ് ധന്വന്തരം തൈലം. നമ്മൾ സഹചാരാതി തൈലമാണ്. സഹചാരാതി തൈലം പ്രത്യേകിച്ച് നടുവേദന ഉള്ളവർക്കും അതുപോലെ തന്നെ സയാറ്റിക്ക പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും ലംബാർ സ്പോണ്ടിലോസിസ് ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം തന്നെയാണ് സഹചരാതി തൈലം. പ്രത്യേകിച്ച് ഇത് കാലിലോട്ട് വരുന്ന വേദന, നടുവിന്ന് കാലിലോട്ട് വരുന്ന വേദനയ്ക്കൊക്കെ പ്രത്യേകിച്ചും നമുക്ക് മസാജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് സഹചരാതി തൈലം. അതുപോലെ തന്നെ ഇത് നമുക്ക് വെരിക്കോസ് വെയിനും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാലിൻ്റെ പാദത്തു നിന്ന് മുകളിലോട്ട് മസാജ് ചെയ്ത് കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് നമുക്കിത് കാലിൻ്റെ പാദത്തു നിന്ന് മുകളിലോട്ട് മസാജ് ചെയ്യുന്നത് വഴി വെരിക്കോസ് വെയിനിൻ്റെ ആദ്യത്തെ സ്റ്റേജിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് സഹചരാതി തൈലം കൊണ്ടുള്ള മസാജിൻ്റെ ഉപയോഗം. അടുത്ത മഹാമാശ തൈലമാണ്. മഹാമാശ തൈലം പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ കംപ്ലയിൻസ് ഉള്ളവർക്ക് പോസ്റ്റ് സ്ട്രോക്ക് റിക്കവറി ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ തൈലമാണ് മഹാമാശ തൈലം. ഇത് പ്രത്യേകിച്ച് ഫേഷ്യൽ പാൽസി പോലുള്ള കണ്ടീഷൻസ്, ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടിംഗ്ലിംഗ് സെൻസേഷൻ, അതായത് തരിപ്പ്, മരവിപ്പ് ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് ദേഹമാസകലം പുരട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം തന്നെയാണ് മഹാമാശ തൈലം. പ്രത്യേകിച്ച് ഇത് നാഡികൾക്ക് ശക്തിയേകാനും അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കാനൊക്കെ സഹായിക്കുന്ന, ചലനശേഷി പുനഃസ്ഥാപിക്കാനൊക്കെ സഹായിക്കും. ഇതുപോലുള്ള ആയുർവേദ എണ്ണകൾ ഉപയോഗിച്ചുള്ള എണ്ണ തേച്ചുകുളി ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ദൃഢതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും നമ്മുടെ ത്വക്കിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ഊർജ്ജം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ എണ്ണ തേച്ചുകുളിയുടെ പ്രയോജനങ്ങൾ. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.